സി ഇൻഫ്ലേഷൻ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളുടെ വില കുറയുന്നു എന്നാണല്ലോ അതിൻ്റെ ഒരു അർത്ഥം. അതായത് നേരത്തെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കാർഷിക പിന്നെ ഉൽപ്പന്നങ്ങളുടെ മായിട്ട് ബന്ധപ്പെട്ട ഫുഡ് ഐറ്റംസുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ആ ഗുഡ്സിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ പ്രോഡക്ട്സുകളുടെ റേറ്റ് മേലേക്ക് കയറി നിൽക്കുന്നു എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത് ആണ് ഇപ്പോൾ നമ്മളിങ്ങനെ താഴേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും, കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ട് ആളുകളുടെ കയ്യിൽ. GSTയുടെ റേറ്റ് റീവിസിറ്റ് ചെയ്തുകൊണ്ട് ആ രീതിയിൽ ഇപ്പൊ നമ്മൾ അൾട്ടിമേറ്റ്ലി GST പേ ചെയ്യുന്നത് കൺസ്യൂമേഴ്സ് ആണല്ലോ, നമ്മൾ ഇൻഡിവിജ്വൽസ് ആണല്ലോ. ആരാണോ കൺസ്യൂം ചെയ്യുന്നത് അവരാണ് അൾട്ടിമേറ്റ്ലി GST കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ 18% ഉണ്ടായിരുന്ന GST ഇനി മുകളിൽ തരണ്ട എന്ന് പറയുന്ന ചില ഡിസിഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹയർ GST ഉണ്ടായിരുന്ന താരിഫ് താഴേക്ക് കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഫൈനലായിട്ട് നെറ്റ് സേവിങ്സ് ഉണ്ടാകുന്നത് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലല്ലേ. അവർക്ക് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു കംഫർട്ടാണ് അവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഈ കൂടുതലായിട്ടുള്ളൊരു പർച്ചേസിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ കോമൺ മാൻ കൂടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പർച്ചേസിംഗ് പവർ കൂടുന്നതും കൺസംപ്ഷൻ കൂടുന്നതും രാജ്യത്തിന്റെ GDPയിൽ ആ വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. സർ, അടുത്തായിട്ട് ബാങ്കിങ് മേഖലയിലേക്കാണ് കടക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു മാനുഫാക്ചറിങ് സെഗ്മെൻ്റ് ആയാലും അല്ലെങ്കിൽ ഒരു സർവീസ് സെക്ടർ ആയാലും അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ സെക്ടർ ആയിട്ടുണ്ടെങ്കിലും ഒക്കെ തന്നെ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ നിലവിലെ ബാങ്കുകളുടെ ഒക്കെ തന്നെ ഒരു ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 80% എന്നൊക്കെയുള്ളൊരു നിരക്കിലാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിലവിൽ ഈ ഒരു ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ നിലവിലിപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ അതായത് ഈ പറയുന്ന സെഗ്മെൻറ്റുകൾക്കൊക്കെ നൽകാൻ വേണ്ടിയിട്ടുള്ളൊരു ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ഫണ്ട് ഇപ്പോൾ ബാങ്കുകളുടെ ഒക്കെ തന്നെ കയ്യിൽ ഉണ്ട് എന്ന് സാർ കരുതുന്നുണ്ടോ? അതിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള ഒരു സപ്പോർട്ടായിരിക്കും ആവശ്യമായിട്ടും വരിക? ഇന്നത്തെ സാഹചര്യത്തില് വളരെ എന്താ പറയുന്നത്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇപ്പൊ ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമ്മുടെ രാജ്യത്ത് ആവശ്യത്തിന് ലിക്വിഡിറ്റി ഉണ്ട്. 75 ബേസിസ് പോയിന്റ്സ് റിപ്പോ റേറ്റിൽ കുറവ് വരുത്തിക്കൊണ്ടുള്ള ഒരു ലിക്വിഡിറ്റി പമ്പിങ് ചെയ്യാൻ സാധിച്ചു. 100 ബേസിസ് പോയിന്റ് CRR റേറ്റിലുള്ള ലിക്വിഡിറ്റി അഡീഷണൽ ആയിട്ട് രാജ്യത്തേക്ക് പമ്പ് ചെയ്യാൻ സാധിച്ചു. GST റേറ്റിൽ വരുന്നിരിക്കുന്ന ഒരു മാറ്റങ്ങൾ കാരണം അതിനനുസരിച്ചുള്ള അഡീഷണൽ ലിക്വിഡിറ്റി നമ്മുടെ ഇക്കണോമിക് അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തേക്ക്, ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് പമ്പ് ചെയ്യാൻ സാധിച്ചു. അതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ ആവശ്യത്തിന് അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി നമ്മുടെ സാമ്പത്തിക സംവിധാനത്തിലേക്ക്, ഇക്കോണമിയിലേക്ക്, ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് GDP റേറ്റ് 8.2% ഗ്രോ ചെയ്യാനൊക്കെ നമുക്ക് സാധിച്ചു എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഈ ഫിനാൻഷ്യലി എൻഡ് ആകുമ്പോൾ എല്ലാ എസ്റ്റിമേറ്റുകളും കാണിക്കുന്നത് 8% മേലെ ഒരു പക്ഷേ നമുക്ക് ഒരു GDP ക്ലോസ് ചെയ്യാൻ സാധിച്ചേക്കും, GDP റേറ്റ് ക്ലോസ് ചെയ്യാൻ സാധിച്ചേക്കും. US ട്രേഡ് താരിഫിന്റെ കാര്യത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുകയാണ്. അതായത് US ട്രേഡ് താരിഫിന്റെ ഇമ്പാക്ട് ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ആ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു ഇമ്പാക്ട് അവിടെ വന്നേക്കാം. അവിടെ എന്തെങ്കിലും ഒരു റെസൊല്യൂഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും. ഈ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടൊരു കാര്യം, സിസ്റ്റത്തിൽ ആവശ്യത്തിന് ലിക്വിഡിറ്റി ഉണ്ട് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഉണ്ടാവും എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ്. അതേസമയം 8.2% ഗ്രോത്ത് ചെയ്തപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഫിനോമിന, കാണുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷൻ, ബാങ്കുകളുടെ CD റേഷ്യോ, അതായത് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ 80% മേലെ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ചില സമയങ്ങളിൽ ചില ബാങ്കുകളിൽ 80% മേലെ CD റേഷ്യോക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇൻഡസ്ട്രി ആസ് എ ഹോൾ അല്ലെങ്കിൽ രാജ്യത്തിലുള്ള ബാങ്കുകളിൽ ആകമാനം തന്നെ ശരാശരി 80% മേലെ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ വരുന്ന ഒരു സാഹചര്യം വളരെ ഒരു അൺപ്രസിഡന്റഡ് ആണ്. അപ്പം 80% മേലെ ക്യാഷ് ഡെപ്പോസിറ്റ് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് ഇനി ലെൻഡ് ചെയ്യാൻ കഴിയില്ല. CRR കീപ്പ് ചെയ്യണം, മറ്റു രീതിയിലുള്ള കമ്മിറ്റ്മെന്റുകളൊക്കെ ബാങ്കുകൾക്കുണ്ട്. അപ്പൊ 100 രൂപയിൽ 80% ഓൾറെഡി ഡിസ്പേഴ്സ് ചെയ്തിരിക്കുകയാണ്, ലെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ CRR റേറ്റ് മറ്റു രീതിയിലുള്ള കമ്മിറ്റ്മെന്റുകളെല്ലാം മീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇപ്പോൾ അതിന്റെ അർത്ഥം ബാങ്കിങ് സിസ്റ്റത്തിൽ കൂടുതലായിട്ട് വായ്പ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ചലഞ്ചാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മളിപ്പോ പ്രവേശിക്കുന്നത് ഇപ്പോൾ മൂന്നാമത്തെ ക്വാർട്ടറിലേക്കും 4ാമത്തെ ക്വാർട്ടറിലേക്കാണ്. ഏത് രാജ്യത്തിന്റെ ആവട്ടെ, ഇന്ത്യയുടെ അടക്കം ഏത് രാജ്യത്തിന്റെയും
GDP ഗ്രോത്ത് കൂടുതൽ റേറ്റ് ഉള്ളത് എപ്പോഴും സെക്കൻഡ് ഹാഫ് ഇയറിലായിരിക്കും. അപ്പോഴായിരിക്കും അവിടെ ആക്ടിവിറ്റീസ്, ഇക്കണോമിക് ആക്ടിവിറ്റീസും ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സ്പെൻഡിങ്ങും എപ്പോഴും ഈ ലാസ്റ്റ് ക്വാർട്ടറിലേക്ക് ആയിരിക്കും കൂടുതൽ വരുന്നത്. ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ പോളിസിയുടെ സ്പെൻഡിങ് എല്ലാം കൂടുതലായിട്ട് വരുന്നതും അപ്പോഴൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു ലിക്വിഡിറ്റി പൊസിഷൻ സിസ്റ്റത്തിൽ ഇനിയും തുടർച്ചയായിട്ട് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ 8% നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഗ്രോത്ത് റേറ്റിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ബാങ്കുകൾക്ക് ലെൻഡ് ചെയ്യാൻ സാധിക്കണം. നമ്മൾ പറഞ്ഞു മാനുഫാക്ചറിങ് സൈഡിലാണെങ്കിലും പ്രൊഡക്ഷൻ സൈഡിലാണെങ്കിലും അഗ്രികൾച്ചർ സൈഡിലാണെങ്കിലും സർവീസ് സൈഡിലാണെങ്കിലും എല്ലാം തന്നെ കൂടുതൽ ഗ്രോത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ ആ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നതിന്റെ ഒരു ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള ലിക്വിഡിറ്റി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു വായ്പയുടെ ഉണ്ടാവണം, അവൈലബിലിറ്റി ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ ബാങ്കുകളുടെ അടുത്ത് ഫണ്ട് വേണം. ബാങ്കുകൾ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി ഇപ്പോൾ മറിച്ചൊരു കാര്യമാണ്, നമ്മൾ ഇതുവരെ സംസാരിക്കാത്തൊരു വിഷയമാണ്. ബാങ്കുകളുടെ അടുത്തേക്ക് കൂടുതൽ ഫണ്ട് വരണമെങ്കിൽ ബാങ്കുകൾക്ക് ബാങ്ക് ഡെപ്പോസിറ്റിന്റെ റേറ്റ് കൂടുതലായിട്ട് കൊടുക്കണം. ബാങ്ക് ഡെപ്പോസിറ്റിന്റെ റേറ്റ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിലും അവസാനത്തിലും ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ ഇതുവരെയുള്ള സമയങ്ങളെല്ലാം തന്നെ ഈ 75 ബേസിസ് പോയിന്റ്സ് അപ്രന്റ് ആയിട്ട് റിപ്പോ റേറ്റ് കുറച്ചതുകൊണ്ടെല്ലാം തന്നെ ബാങ്കുകളുടെ ലോണുകളുടെ റേറ്റ് കുറച്ചിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും. വായ്പയുടെ റേറ്റ് കുറഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ, പക്ഷെ അതിന്റെ മറുസൈഡാണ് വായ്പയുടെ റേറ്റ് കുറയുമ്പോൾ, റിപ്പോ റേറ്റ് കുറയുമ്പോൾ ബാങ്ക് സ്വീകരിക്കുന്ന ഡെപ്പോസിറ്റുകളുടെയും റേറ്റ് കുറയും. ബാങ്കിന്റെ ഡെപ്പോസിറ്റിന്റെ റേറ്റ് കുറയുമ്പോൾ ബാങ്കിലേക്ക് ആളുകൾ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു അട്രാക്ഷൻ കുറയും. അതിനുള്ള ആ ഒരു എന്താ പറയുന്ന അട്രാക്ഷൻ കുറയും, അതിനുള്ള ആകർഷണം കുറയും. അപ്പോൾ മറിച്ചൊരു കാര്യം, ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ്, കൂടുതലായിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം പോകുന്നത് മ്യൂച്വൽ ഫണ്ടിലേക്കും ഷെയർ മാർക്കറ്റിലേക്കാണ്. അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് അങ്ങനെ ആവുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്നുണ്ട്. ആഗോള അടിസ്ഥാനത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ബുള്ളിഷായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഇപ്പോഴും ഉണ്ട്. ബാങ്ക് ഡിപ്പോസിറ്റിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ന്യൂ ഡെപ്പോസിറ്റേഴ്സ്, ന്യൂ ഇൻവെസ്റ്റേഴ്സ്, ന്യൂ ജനറേഷൻ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ ഇതുപോലെ മ്യൂച്വൽ ഫണ്ടിലേക്കും സ്റ്റോക്ക് മാർക്കറ്റിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുതലായിട്ട് അവയർനെസ് ഉള്ള ആളാണ്, എഡ്യൂക്കേഷൻ ഉള്ള ആളാണ്, അതിനെ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ ബാങ്ക് ഡെപ്പോസിറ്റിന് പൊതുവെ ആ ഒരു ചലഞ്ച് നിലനിൽക്കുമ്പോഴാണ് ഓൾറെഡി ബാങ്ക് ഡെപ്പോസിറ്റുകളുടെ റേറ്റ് താഴെ നിൽക്കുന്നത്. ഇനിയും ഒരു റേറ്റ് കട്ടിലേക്ക് വന്നാൽ, ഇപ്പോഴുള്ള 25 ബേസിസ് പോയിന്റ്സിന് പകരം ഇനി അടുത്ത ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി 25 ബേസിസ് പോയിന്റ്സും കൂടെ താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ വീണ്ടും ലോണുകളുടെ റേറ്റ് 25 ബേസിസ് ആയിട്ട് കുറയും, വായ്പയ്ക്ക് റേറ്റ് കുറയും തീർച്ചയായിട്ടും. അപ്പോൾ ഡെപ്പോസിറ്റിന്റെ റേറ്റും ബാങ്കുകൾ തീർച്ചയായിട്ടും 25% താഴേക്ക് കൊണ്ടുവരും. 25% കൂടെ താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനിയും ബാങ്കുകൾക്ക് ഡെപ്പോസിറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മോണിറ്ററി പോളിസിയുടെ മുന്നിലുള്ള ഒരു വലിയൊരു ഡിലമ്മ, ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ഇനി വായ്പ കിട്ടിയാൽ മാത്രമേ GDP ഗ്രോത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിക്കുള്ളൂ. പ്രൊഡക്ഷൻ ആണെങ്കിലും അഗ്രികൾച്ചറിനാണെങ്കിലും സർവീസ് സെക്ടറിനാണെങ്കിലും ഏത് സെക്ടറിലേക്കാണെങ്കിലും ഇനി വായ്പയുടെ പമ്പിങ് ആവശ്യമുണ്ട്. അങ്ങനെ വായ്പയുടെ പമ്പിങ് ചെയ്യാൻ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം റിസോഴ്സ് മൊബിലൈസേഷന്റെ ആവശ്യമുണ്ട്. റേറ്റ് കട്ട് ഇനിയും താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ റിസോഴ്സ് മൊബിലൈസേഷൻ ബാങ്കുകൾക്ക് വീണ്ടും ചലഞ്ചായിരിക്കും. ഇങ്ങനെയുള്ള ഒരു വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇത്തവണ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് ബാങ്കുകളുടെ, അതായത് ഇൻട്രസ്റ്റ് റിപ്പോ റേറ്റ് ഇനിയും, പോളിസി റേറ്റ് ഇനിയും കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ബാങ്കിങ് ഇൻഡസ്ട്രി വിൽ ഫേസ് എന്താ പറയുക ബിഗർ റിസോഴ്സ് മൊബിലൈസേഷൻ ചലഞ്ചസ്. ബാങ്കുകൾക്ക് ഇങ്ങനെയുള്ള ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ലെൻഡിങ് സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും വലിയൊരു ചലഞ്ച് ഉണ്ടാവും. സാർ, നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ അത് വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സിനോട് തന്നെയാണ് ഇപ്പോൾ റിസർവ് ബാങ്കിന് കോപ്പപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ താഴ്ന്ന നിരക്കിൽ നിൽക്കുന്ന ഒരു CPI റേഷ്യോ കാണാൻ വേണ്ടിയിട്ട്